Welcome to Civils 360 IAS Academy and welcome to today's Hindi newspaper analysis. നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഗ്രാം കോൾഡ് പ്രിലിംസ് മെയിൻസ് കമ്പാനിയൻ. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് പ്രിലിംസ് മെയിൻസ് ടെസ്റ്റ് സീരീസ് ആണ്. യു ക്യാൻ ജോയിൻ ദിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മാസത്തോളം അടുത്ത പ്രിലിംസ് മെയിൻസിലോട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു കൂട്ടായിട്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെങ്കിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. സമ്മറി ക്ലാസ്സസ് വുഡ് ബി ദ PYQ analysis and test series, personal mentorship, ഒരു മെൻറ്ററിനെ അസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ദിസ് പ്രോഗ്രാം ഇസ് ഓൾസോ ഇൻ ഹൈബ്രിഡ് മോഡൽ. സോ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സ്റ്റുഡൻസിന് ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ഓക്കെ, ഫൈൻ. ദെൻ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മേജർ ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. A civilizational approach to social media, അതായത് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുക ഫോർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള സ്റ്റുഡൻസിലേക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. കാരണം UK അല്ലെങ്കിൽ ഓസ്ട്രേലിയ മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഓൾറെഡി ബാൻഡ് ആണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതുപോലുള്ള മെഷേഴ്സ് ഇന്ത്യയിലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് ഫസ്റ്റ് ന്യൂസ്. അത് പിന്നെ ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ച ന്യൂസ് പേപ്പർ ഒരുമിച്ചാണ് എടുക്കുന്നത്. സോ ഇറ്റ് അപ്പിയർഡ് ഇൻ ദ സൺഡേ ന്യൂസ് പേപ്പർ. അതായത് കുറച്ച് ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ മെഡിസിൻസ് ബാൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ മെഡിസിൻസും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുന്നത്. ദെൻ ഇതും സൺഡേയിലെ ന്യൂസ് പേപ്പറിനായത് വൈ ട്രംപ് സെയ്സ് അബൌട്ട് ഇന്ത്യാസ് വോട്ടിംഗ് സിസ്റ്റം. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ മെയിൻസിന് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇന്ത്യയും US തമ്മിലുള്ള സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിസ്കഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ GS2-ൽ 2026 മെയിൻസിൽ. സോ ഇവിടെ ഇന്ത്യയിലും US-ലും ഇലക്ടോറൽ സിസ്റ്റംസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് വരുന്നത്. ദെൻ റൂറൽ അർബൻ ഡിവൈഡ്, അതായത് ഇന്ത്യയിലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് റൂറൽ ഏരിയയിൽ ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ന്യൂസ് നമുക്ക് നോക്കാം. ഇതിനകത്ത് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ US പ്രസിഡന്റ് US-ൽ ഒരു പുതിയൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സേവ് ആക്ട് എന്ന് പറയും. സേവ് അമേരിക്ക, അതായത് സേഫ് ഗാർഡ് അമേരിക്കൻ വോട്ടേഴ്സ് എലിജിബിലിറ്റി, സേവ് അമേരിക്ക ആക്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഈ ഇലക്ഷൻ റിലേറ്റഡ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ആക്ടാണ്. കുറച്ചും കൂടി ട്രാൻസ്പാരൻസി അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ന്യൂസ് ഞാൻ ഓൾറെഡി പണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, 2-3 ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇന്ത്യയിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, ഓക്കെ, അതുപോലെയുള്ള മെത്തേഡ്സിൽ US-ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് കുറച്ചുകൂടി ട്രാൻസ്പാരൻ്റ് ആക്കുന്ന മെഷേഴ്സാണ് ഇന്ത്യയിലെ ഇലക്ടോറൽ സിസ്റ്റത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ട്രാൻസ്പാരൻസി ഉറപ്പുവരുത്താനുള്ള മെഷേഴ്സ് US-ൽ എടുക്കാൻ പോകുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഡിബേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റം എങ്ങനെയാണ്, US-ലെ ഇലക്ഷൻ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അതാണ് നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ ന്യൂസിൽ നമുക്ക് നോക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. കാരണം ഈ GS2-ല് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് GS2 മെയിൻസ് നമ്മളെപ്പോഴും ഫ്രാൻസ്, UK, ദെൻ അമേരിക്ക, ഈ 3 രാജ്യങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിനായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പ്രാവശ്യം ഞാൻ ചോദിച്ച പോലെ ഇന്ത്യയും US-ഉം തമ്മിൽ ചോദിച്ചു സെപ്പറേഷൻ ഓഫ് പവർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ ഇന്ത്യയിലെയും US-ലെയും എലക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 1 സെക്ഷൻ 4 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് റെഗുലേറ്റ് ദ ടൈംസ്, പ്ലേസ് ആൻഡ് മാനർ ഓഫ് ഫെഡറൽ എലക്ഷൻ, കോൺഗ്രസ് മേ മോഡിഫൈ. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് US-ൽ കൂടുതലും റോള്. അവരാണ് എലക്ഷൻ എപ്പോൾ വേണമെന്നും എവിടെ എങ്ങനെ നടത്തണമെന്നും എവിടെ വെച്ച് നടത്തണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇന്ത്യയിലാണെങ്കിലോ വി ഹാവ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. വി ഹാവ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 324. ഇവരാണ് സൂപ്പർവൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും ഇലക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. US-ലാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സിംഗിൾ നാഷണൽ അതോറിറ്റി. അതായത് US-ൽ ഇലക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു സിംഗിൾ അതോറിറ്റി ഇല്ല. ഇന്ത്യയിലാണെങ്കിൽ ആരുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. ദെൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് US-ൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൺട്രി ആൻഡ് മുനിസിപ്പൽ അതോറിറ്റീസും ഒക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഇലക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ദെൻ വോട്ടർ രജിസ്ട്രേഷൻ. ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ചെയ്യാനായിട്ട് പിന്നെ വോട്ടർ മറ്റേ ഇലക്ടോറൽ റോളിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യാറില്ലേ. ഇന്ത്യയിൽ ഇപ്പോൾ അവിടെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ US എന്ന് പറഞ്ഞാൽ എലക്ട് ചെയ്യുന്ന ഈ വോട്ടേഴ്സില്ലേ, അവർ തന്നെയാണ്, ഇലക്ടേഴ്സ് തന്നെയാണ് ഇത്തരത്തിൽ എൻ്റെ പേരൊക്കെ എലിജിബിൾ ആണോ നോക്കുക, അല്ലെങ്കിൽ രജിസ്ട്രേഷനൊക്കെ അവർ തന്നെ ചെയ്യും. ഇന്ത്യയിൽ എങ്ങനെയാണ്? ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ തന്നെ
അതിനുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കും. ലൈക്ക് electoral rolls traditionally prepared or revised by the election machinery including the field verification. അവർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കുറേ മെമ്പേഴ്സ് തന്നെ വന്ന് ഇലക്ടോറൽ വെരിഫിക്കേഷനും വോട്ടർ ഐ ഡി അപ്ഡേഷനും എല്ലാം നടത്തും. എന്നാൽ US അവർ തന്നെ അവിടുത്തെ സിറ്റിസൺസ് തന്നെ പോകണം. ദെൻ വോട്ടർ ഐ ഡി ഇന്ത്യയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് EPID ഇല്ലേ, അതായത് ഇലക്ടോറൽ ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയില്ലേ, അതായത് നമ്മൾ ഈ വോട്ടർ ID എന്ന് പറയുന്നത് ID കാർഡ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആധാർ കാർഡ് മുതലുള്ള എന്താണ് ആക്സെപ്റ്റ് ചെയ്തേക്കുന്ന ആ ID അത് വെച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും ചില സ്ഥലത്ത് സ്റ്റേറ്റ്സ് അക്രോസ് ദ സ്റ്റേറ്റ് പല സംസ്ഥാനങ്ങൾക്കനുസരിച്ച് സ്റ്റേറ്റ്സിനനുസരിച്ച് US അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ദെൻ പോസ്റ്റൽ വോട്ടിങ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പോസ്റ്റൽ വോട്ടിങ് റിലേറ്റീവ്ലി ലിമിറ്റഡ് ആക്ച്വലി. ഇപ്പോൾ ഭയങ്കര ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ വോട്ടിങ് നമുക്ക് പോസ്റ്റൽ വോട്ടിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ US അത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഇലക്ടോറൽ സിസ്റ്റത്തിലുള്ള ഡിഫറൻസ് ആൻഡ് സിമിലാരിറ്റീസ്. ഓക്കെ. നമുക്ക് UPSC പെർസ്പെക്റ്റീവിൽ ഇതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ സേവ് ആക്ടിൻ്റെ ഒരുപാട് പ്രൊവിഷൻസ് ഒക്കെ ആ ന്യൂസിലുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ അറിയാറുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഒരു ആക്ടാണ്, അവിടെ ഇലക്ടോറൽ ഇൻറ്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിൽ അധികം അതിൻ്റെ UPSC പെർസ്പെക്റ്റീവിൽ അധികം ഇമ്പോർട്ടൻസ് അല്ല ആ ഒരു ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ദെൻ അടുത്ത ന്യൂസ് നോക്കാം. യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയും ഈ ക്ലോർഫീനൈറമൈൻ മാലേറ്റ് ഫീനൈലൈഫ്രൈൻ ഹൈഡ്രോക്ലോറൈഡ്, ഓക്കെ, ഫീനൈലൈഫ്രൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന 2 കെമിക്കൽ കണ്ടന്റ് ഉള്ള 2 മെഡിസിൻസിൻ്റെ ഉപയോഗം, അതായത് ഈ 2 കണ്ടന്റ് ഉള്ള ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഡ്രഗ്സ് അതിൻ്റെ മാനുഫാക്ചറിങ്ങും സെയിലും ഡിസ്ട്രിബ്യൂഷനും എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി. അപ്പോൾ ഈ 2 കണ്ടന്റ് ഒരു കെമിക്കൽ ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്താണ് ഈ എന്താ പറയുക ഇതുപോലെ ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ മെഡിസിൻസ് നോക്കാം. അതായത് ഇത് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ പല മരുന്നുകളിലും ഇപ്പോൾ ഒരു ടാബ്ലറ്റ് കഴിച്ചു എന്ന് വിചാരിക്കാം. ആ ടാബ്ലറ്റ് ഇപ്പോൾ നമ്മൾ പനിക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഒരു ടാബ്ലറ്റ് കാണുക, ചിലപ്പോൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയുള്ള കണ്ടന്റ് മാത്രമായിരിക്കില്ല അതിൻ്റെ അകത്ത് ഉണ്ടാക്കുക. മേ ബി അത് ചിലപ്പോൾ ജലദോഷം കുറയ്ക്കാനുള്ള കണ്ടന്റ് ഉണ്ടാവും, തൊണ്ടവേദന കുറയ്ക്കാനുള്ള കണ്ടന്റ് ഉണ്ടാവും. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഗുളിക, ഒരൊറ്റ പില്ല്, അതായത് പല ഡോസിൽ കോമ്പിനേഷൻസ് മിക്സ് ചെയ്തിട്ട് ഒരു ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ മെഡിസിൻ നമുക്ക് തരും. ഓക്കെ, അതായത് ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 or more ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ഇൻ എ സിംഗിൾ ഡോസേജ്. ഇപ്പോൾ പല ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് പല രോഗത്തിനുള്ള കാര്യങ്ങൾ ഒരൊറ്റ പില്ലായിട്ട് തരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഞാനത് കഴിക്കുന്നതെന്ന് വിചാരിക്കുക, ഗുളിക കഴിക്കുന്നതൊക്കെ മേ ബി എനിക്ക് ജലദോഷം ഉണ്ടാവണമെന്നില്ല, എങ്കിലും ജലദോഷം മാറാനുള്ള കണ്ടന്റ് എൻ്റെ മരുന്നിൻ്റെ അകത്ത് ചെല്ലുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് അത്രയും ഡോസ് ചിലപ്പോൾ വേണ്ടി വരിക്കില്ല. പക്ഷെ ആ മരുന്നിൻ്റെ അകത്ത് പ്രത്യേക സ്പെസിഫിക് ആയിട്ടുള്ള റേഷ്യോയിലാണല്ലോ ആ മരുന്നിൻ്റെ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ ഫിക്സ്ഡ് ഡോസ് ആണല്ലോ. അപ്പം ഞാനത് അനാവശ്യമായിട്ട് ചില സമയം മരുന്നായിരിക്കും കൂടുതൽ കഴിക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. റാഷണൽ കോമ്പിനേഷൻ മേ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് അഡ്വേഴ്സ് എഫക്ട്, ഡ്രഗ് ഇൻട്രാക്ഷൻ, ഡോസിങ് റിസ്ക് ഒക്കെ വരാറുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ എന്തുകൊണ്ട് ഇമ്പോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പേർട്ട് കമ്മിറ്റി ആൻഡ് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് പറഞ്ഞിട്ടുണ്ട് ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച ഡോസിങ് യൂസസും അഡ്വേഴ്സ് റിയാക്ഷൻസും റിസ്ക് അസോസിയേറ്റ് വിത്ത് മൾട്ടി ഇൻഗ്രീഡിയൻറ്റ് മെഡിസിൻസ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ റോൾ ഓഫ് ദ 2 ഡ്രഗ്സ്. ഇപ്പോൾ എന്താ പറയുക 2 മെഡിസിൻസിന് 2 കെമിക്കലിനെ കുറിച്ച് പറഞ്ഞാൽ ആ മരുന്നിൻ്റെ നമുക്ക് യൂസ് വെക്കാം. ഒന്നാമത്തെ പേര് ക്ലോർഫീനൈറമൈൻ മാലേറ്റ് എന്ന് പറയും. അത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റണ്ണി നോസ്, നമ്മൾ സ്നീസിങ്ങിനൊക്കെ, നമുക്ക് ജലദോഷം സ്നീസിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൗസിനെസ് എന്ന് പറയും. അതായത് ഭയങ്കര ഓവറായിട്ടുള്ള ക്ഷീണം നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ഫീനൈൽറഫീൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അത് നാസൽ കൺജഷന് വേണ്ടിയിട്ട്, അത് നമുക്ക് മൂക്കടപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത് മാറാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ഹാർട്ട് റേറ്റിനെയും ബ്ലഡ് പ്രഷറിനെയൊക്കെ ബാധിക്കാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കെമിക്കൽ കണ്ടന്റ് ഉള്ള ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻസ് ഡ്രഗ്സിൻ്റെ മാനുഫാക്ചറിങ്ങും സെയിലും പ്രൊഡക്ഷനും എല്ലാം നമ്മൾ എന്തെങ്കിലും റെസ്ട്രിക്ട് ചെയ്തിരിക്കണം. എന്നാൽ നെക്സ്റ്റ് ന്യൂസ് ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായതാണ്. ഓസ്ട്രേലിയ, UK മുതലുള്ള പല രാജ്യങ്ങളും ഈ സ്റ്റുഡൻസ്, ഈ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക്, അതായത് 16 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ സോഷ്യൽ മീഡിയയുടെ ആക്സസ് ബാൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും അതുപോലെ ഒരുപാട് മെഷേഴ്സ് എടുക്കുന്നുണ്ട്. വരാൻ മെയ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ, ആ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട്സ് പറയുന്നത്. സോ ഡിബേറ്റ് എന്ന് പറയുന്നത്, അതായത് കുട്ടികളെ ഈ ഓൺലൈൻ ഹാംസിൽ നിന്ന് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബാൻ ചെയ്യണോ അതോ
ചില ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ ഒന്ന് അതിൻ്റെ ആക്സസ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർ നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. അതായത് ബ്ലാങ്കറ്റ് റെസ്ട്രിക്ഷൻ അത് വേണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റെഗുലേഷൻ, ഡിജിറ്റൽ ലിറ്ററസി, എഡ്യൂക്കേഷൻ, പാരൻസിന് സോഷ്യൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് നമുക്ക് അത് യൂസ് ചെയ്യുന്ന രീതിയിലൊരു മാറ്റം വരുത്തിയാൽ മതിയോ, അതോ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിന് അല്ലാന്നുണ്ടെങ്കിൽ മൈനർ ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാതെ ഇരിക്കണോ? അതായത് കംപ്ലീറ്റ് ബാൻ വേഴ്സസ് അതിൻ്റെ എന്താ പറയുക, റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം ആക്ച്വലി വാട്ട് ഈസ് ദ പ്രോബ്ലം ബൈ യൂസിങ് സോഷ്യൽ മീഡിയ ഫോർ ചിൽഡ്രൻ? അവർ പലപ്പോഴും ഓൺലൈൻ മാനിപ്പുലേഷന് വിധേയമാകാറുണ്ട്. പല സമയത്തും എക്സസീവ് ആയിട്ടുള്ള അഡിക്ഷൻ വരാറുണ്ട്, സൈബർ ബുള്ളിങ് നേരിടാറുണ്ട്, ഹാംഫുൾ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള കണ്ടന്റ് വരാറുണ്ട്. ഇപ്പം 18+ കണ്ടന്റ് ഒക്കെ സ്റ്റുഡൻസ് ഒക്കെ എന്താ പറയുക മീൻസ് അവർക്ക് എന്താ പറയുക കാണുന്നവരുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ അത് പല ബിഹേവിയർ എഫക്റ്റും സൈക്കോളജിക്കൽ ഇമ്പാക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ബ്ലാങ്കറ്റ് ബാൻ, ബ്ലാങ്കറ്റ് ബാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ പൊട്ടയാണോ എന്ന് വീണ്ടും ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ബ്ലാങ്കറ്റ് ബാൻ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ പറയുന്നത് അത് വലിയ യൂസ് വരാൻ പോകുന്നില്ല, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഫുൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേർ അത് ആക്സസ് ചെയ്യും. എങ്ങനെ? പല VPN യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ പല എൻക്രിപ്റ്റഡ് ആപ്ലിക്കേഷൻസും ആൾട്ടർനേറ്റീവ് പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവരത് ആക്സസ് ചെയ്യും. അല്ലെങ്കിൽ പാരൻസിന്റെ ഫോണിൽ നിന്ന് അവർ ആക്സസ് ചെയ്യും. അപ്പൊ ലിമിറ്റഡ് എഫക്റ്റീവ്നെസ് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ടെക്നോളജി എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഫാസ്റ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് പിന്നെ AI ടൂൾസ് ഇല്ലേ പലപ്പോഴും. അപ്പോൾ AI ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഈ റെസ്ട്രിക്ഷൻ്റെ ഇമ്പാക്ട് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. സോ കുട്ടികളെ ടെക്നോളജിയിൽ നിന്ന് മാറ്റി നിർത്തണം കംപ്ലീറ്റ്ലി, അതോ പ്രിപ്പയറിംഗ് ദ ചിൽഡ്രൻ ടു യൂസ് ടെക്നോളജി, അതോ ടെക്നോളജി സേഫ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഇത് രണ്ടുമാണ് ഡിബേറ്റ് ചെയ്യുന്നത്. അതായത് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റുഡൻസിൽ നിന്ന് മാറ്റി നിർത്തണം കുട്ടികളിൽ നിന്ന്, അതോ ഈ കുട്ടികൾ ടെക്നോളജി യൂസ് ചെയ്യുന്ന സേഫ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യണം. ഈ രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ഇപ്പോൾ വരുന്നത്. സോ ഇവിടെ ഗവൺമെന്റിന്റെ റോൾ എന്താ? ഗവൺമെന്റ് റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ആർട്ടിക്കിൾ സപ്പോർട്ട്സ് റെഗുലേഷൻ ഇൻ ഏരിയാസ് സച്ച് ആസ്, ആർട്ടിക്കിൾ പറയുന്നത് വെച്ചാൽ റെഗുലേറ്റ് ചെയ്യാം ഗവൺമെന്റ് ഏത് ഏരിയയിലൊക്കെ. ഇപ്പം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ അക്കൗണ്ടബിലിറ്റി ട്രാൻസ്പാരൻറ്റി ഉറപ്പുവരുത്താം, ചൈൽഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉറപ്പുവരുത്താം, ഓൺലൈനായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാം, പിന്നെ മൈനേഴ്സിന് അപ്രോപ്രിയേറ്റ് ഉള്ള സേഫ് ഗാർഡ് കൊണ്ടുവരാം. ഇത്തരം ഭാഗങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ചെയ്യണം. പക്ഷെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മെയിനായിട്ട് നമ്മൾ ഒരു ഗവൺമെന്റ് മാത്രം ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യമില്ല. പാരൻസ് ചെയ്യണമെങ്കിൽ ഇപ്പം പാരൻസിന് പലപ്പോഴും അവർക്ക് ഫോൺ എങ്ങനെ യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. സോ പാരൻസിന് അവരുടെ ഡിജിറ്റൽ ലിറ്ററസി ഉറപ്പുവരുത്തണം, എങ്കിലാണ് അവർ കുട്ടികൾക്ക് അത് പ്രോപ്പറായിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണ് ചിൽഡ്രൻസിന്റെ ഓൺലൈൻ ആക്ടിവിറ്റീസിനായിട്ട് അവരും എൻഗേജ്ഡ് ആകുക. അപ്പോൾ അവർക്ക് ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലോ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്, ക്രിട്ടിക്കൽ തിങ്കിങ്, മീഡിയ ലിറ്ററസി, എത്തിക്കൽ റീസണിങ്, ഓൺലൈൻ സേഫ്റ്റി, ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റിസൈലൻസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കാം. സ്കൂളുകളിലാണെന്നുണ്ടെങ്കിൽ സിവിൽ സൊസൈറ്റി ആൻഡ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ കൺസ്ട്രക്റ്റീവ്ലി ഇത് ടെക്നോളജീസിനായിട്ട് എൻഗേജ്ഡ് ആക്കുക. അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഓൺലൈൻ ബിഹേവിയർ പ്രൊമോട്ട് ചെയ്യാം. ഇനി ടെക്നോളജി കമ്പനീസ് ആണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ സേഫർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് വേണം മൈനേഴ്സിനെ ഉറപ്പുവരുത്താനായിട്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിനായിട്ടും എഡ്യൂക്കേറ്റേഴ്സിനായിട്ടും സിവിൽ സൊസൈറ്റീസിനായിട്ടും അത്തരം ടെക്നോളജിക്കൽ കമ്പനികൾക്ക് കോർപ്പറേഷൻ വരുത്തണം. ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, ഇതും ഇന്നത്തെ എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായതാണ്. ഇത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2025 ഡാറ്റ പ്രകാരം റൂറൽ ഏരിയയിലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇതാണ് ന്യൂസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് നോക്കാം. അത് പറഞ്ഞതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് is a percentage of women in the relevant population who are either employed or unemployed but actively seeking available for work. അതായത് ഇപ്പോൾ 20 മുതൽ 30 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര പേര് അതിൽ ആ വയസ്സിനിടയിൽ ജോലി ചെയ്യുന്നുണ്ട്, എംപ്ലോയിഡ് ആണ്. അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ജോലി ഉണ്ടാവില്ല, പക്ഷേ അവർ ആക്റ്റീവ്ലി ജോലി നോക്കുന്നുണ്ടാകും. ഇതിനെയാണ് പീരിയോഡിക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഏജ് എന്ന് എടുക്കുക, ഒരു ഏജിൽ എത്രയാണെന്ന് നോക്കും. ഇപ്പോൾ 20 മുതൽ 30 വരെ എന്ന് ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏജിൽ ഒരു പോപ്പുലേഷനിൽ എത്ര ആൾക്കാർ എംപ്ലോയിഡ് ആണ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആണ്, പക്ഷെ അവർ ആക്റ്റീവ്ലി ജോലി നോക്കുന്നുണ്ട്.
അങ്ങനെയുള്ളവരുടെ പെർസെൻറ്റേജ് പറയുന്നതാണ്, ഒരു റേറ്റ് പറയുന്നതാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഓവറോൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് 2019-20 സമയത്ത് 30%. വളരെ കുറവാണ്. 100 സ്ത്രീകളിൽ 30 സ്ത്രീകൾ മാത്രമേ ജോലി നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കൂടിയിട്ടുണ്ട്. 2025 പ്രകാരം 40% നമ്മുടെ ഓവറോൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഇനി റൂറൽ ഏരിയ, അർബൻ ഏരിയ നോക്കുകയാണെങ്കിൽ റൂറൽ ഏരിയയിലെ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടിയിട്ടുണ്ട്. അതായത് 33% 45.9, അറൗണ്ട് ഒരു 46%. അതായത് നാഷണൽ ആവറേജിനെങ്ങാട്ട് കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അർബൻ ഏരിയയിൽ കുറവാണ്. വെറും 23% 27%. നേരത്തെ 33% നിന്ന് 45% വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട് കാണുന്നത് റൂറൽ ഏരിയയിലാണ് ദാൻ ദ അർബൻ ഏരിയ. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ലെവൽ റൂറൽ ട്രെൻഡ്സ് നോക്കാം. അപ്പൊ റൂറൽ ഏരിയയിലാണ് അർബൻ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഓവറോൾ ഇന്ത്യ ആവറേജിനെയും കാട്ടും പല സ്ഥലത്തും റൂറൽ ഏരിയയിൽ കൂടുതലാണ്, പല സംസ്ഥാനങ്ങളിലും. അത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഒഡീഷ, ഈ സംസ്ഥാനങ്ങളൊക്കെ റൂറൽ ഏരിയയിലുള്ള ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് നാഷണൽ ആവറേജിനെക്കാട്ട് കൂടുതലാണ്. എന്നാൽ പല സ്ഥലത്തും പല സംസ്ഥാനങ്ങളിലും ഇത് കുറവാണ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ലൈക്ക് മധ്യപ്രദേശ്, പഞ്ചാബ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് മുതലുള്ള രാജ്യങ്ങളും. ഇപ്പൊ അർബൻ ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ റൂറൽ ഏരിയയിൽ നോക്കി അത്ര സംസ്ഥാനം, അർബൻ ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് കാണുന്നത് ഈ പറഞ്ഞ രാജസ്ഥാൻ, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നുള്ള മേഖലയിലാണ്. സോ നമ്മുടെ ഫൈനൽ ടേക്ക് ഓഫ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ UPSC മെയിൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ്സ് അഗ്രോസിക്കലി പല സ്റ്റേറ്റ്സ് നോക്കുമ്പോൾ പല പല റേറ്റിലാണ് കാണുന്നത്. റൂറൽ ഏരിയയിലാണ് അർബൻ ഏരിയയിലെക്കാട്ടും കൂടുതൽ പാർട്ടിസിപ്പേഷൻ റേറ്റ് കാണുന്നത്. ഇന്റർ സ്റ്റേറ്റ് ഡിസ്പാരിറ്റീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻക്രീസ് ഉണ്ടായി എന്ന് പറയുന്നത് മേ ബി ഒരു മിസ്ലീഡിങ് ഡാറ്റ ആയിരിക്കാം. അതായത് ദ സ്റ്റാർട്ടിംഗ് ലെവൽ മസ്റ്റ് ഓൾസോ ബി കൺസിഡേർഡ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ലെവൽ നോക്കണം, എന്നിട്ടാണ് എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ടെന്ന് നമ്മൾ കണക്കാക്കാനായിട്ട്. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പോൾ മെയിൻസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. യു ക്യാൻ റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് അബൌട്ട് ദ സോഷ്യൽ മീഡിയ ബാനിങ് അബൌട്ട് ദ സോഷ്യൽ മീഡിയ. ദെൻ യു ക്യാൻ റൈറ്റ് ദ ആൻസർ ആൻഡ് യു ക്യാൻ സെൻഡ് ടു ദിസ് മെയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.